ഇതാണ് അറബ് ലോകത്തിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. 22 അറബ് രാജ്യങ്ങൾ, ഞാൻ മുസ്ലിം രാജ്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അറബ് രാജ്യങ്ങൾ. 22 അറബ് രാജ്യങ്ങളുടെ മൊത്തം വിസ്തീർണം എത്രയാണെന്ന് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇസ്രായേലിൻ്റെ വിസ്തീർണം നോക്കുക. അതായത് ഈ പറഞ്ഞ മൊത്തം പ്രദേശത്തിൻ്റെ ചെറിയൊരു തുണ്ട് ഭൂമിയാണ് ആ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഈ പറയുന്ന പ്രദേശം കൂടി അറബ് ദേശത്തിൻ്റെ ഭാഗമാക്കണമെന്ന ഒരു 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 ആഗ്രഹത്തിൻ്റെ അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. ഇത് ഇസ്രായേലും 2 രാജ്യങ്ങൾ, ഇസ്രായേലും പലസ്തീനും എന്ന പേരുള്ള 2 രാജ്യങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആകുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. എല്ലാവരും അറബികളും ജൂതന്മാരൊക്കെ സ്നേഹിച്ച് വീർപ്പുമുട്ടിക്കുമെന്നൊക്കെ കരുതുന്നത് വാസ്തവത്തിൽ അത് വാസ്തവവിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം മതം ആണെന്നുള്ളതാണ്. കാരണം ഈ ഭൂമി എന്നത് ദാറുൽ ഇസ്ലാമാണ്. ഇസ്ലാം പിടിച്ചെടുത്ത, യുദ്ധത്തിലൂടെ സ്വന്തമാക്കിയ ദാറുൽ ഇസ്ലാമിൻ്റെ ഗേഹമാണ്. ആ ഇസ്ലാമിൻ്റെ ഗേഹത്തിൽ, ദാറുൽ ഇസ്ലാമിൽ ഒരു ജൂത രാജ്യം എന്നത് അത് മതപരമായി തന്നെ അത് പ്രശ്നമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ നമുക്ക് ഹമാസിൻ്റെ 1988 ചാർട്ടറിൽ 11ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നതാണ്. ദ ലാൻഡ് ഓഫ് പാലസ്റ്റൈൻ. ഹമാസിന് ഇത് പൊളിറ്റിക്സ് ഒന്നുമില്ല, ജൂതരാജ്യം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പാലസ്റ്റീൻ ഉണ്ടാവണമെന്നില്ല. ദ ലാൻഡ് ഓഫ് പാലസ്റ്റൈൻ ഈസ് ഇസ്ലാമിക് വഖഫ് എന്ന ഹോളി പൊസഷൻ. ഇസ്ലാമിന് കിട്ടിയ അതിൻ്റെ ഒരു വഖഫാണത്, ഒരു റിലീജിയസ് പ്രോപ്പർട്ടിയാണ്. കോൺസിക്രേറ്റഡ് ഫോർ ഫ്യൂച്ചർ മുസ്ലിം ജനറേഷൻസ് അണ്ടിൽ ജഡ്ജ്മെൻറ്റ് ഡേ. അതായത് അന്ത്യനാൾ വരെ, വിധി ദിനം വരെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ഒരു വഖഫാണിത്. നോ വൺ ക്യാൻ റിനൗൺസ് ഇറ്റ്. ആർക്കും അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഭാഗം പോലും അത് വേറെ ആർക്കെങ്കിലും രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇസ്രായേലിനൊന്നും അത് പറ്റില്ല. ഇറ്റ്സ് എ വഖഫ് ലാൻഡ്. ഓർ അബാൻഡൻ ഇറ്റ് ഓർ എനി പാർട്ട് ഓഫ് ഇറ്റ്. അത് ആർക്കെങ്കിലും വേണ്ടി ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലെന്നാണ്. ഇതാണ് 1988 ചാർട്ടർ. ഈ ചാർട്ടർ ഇവർ മാറ്റിയിരുന്നുണ്ട്, പക്ഷേ ഇത് ഉപേക്ഷിച്ചില്ല. ഈ ചാർട്ടർ പുതിയ ചാർട്ടർ ഉണ്ടാക്കിയെങ്കിലും പഴയ ചാർട്ടർ അത് അബാൻഡൻ ചെയ്തിരുന്നില്ല, ഉപേക്ഷിച്ചിരുന്നില്ല.